ബ്രേക്ക് ഈവൻ ചാർട്ട്. സോ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. സോ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സോ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ. ഓക്കെ, സോ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കോസ്റ്റ് വോളിയം റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. So break-even chart indicates the BEP, break-even point, and also show the estimated profit or loss at different levels of production. അതും നമുക്ക് അറ്റ് എ സ്ട്രെച്ചിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ബ്രേക്ക്-ഈവൻ ചാർട്ടിലൂടെ. So according to Dr. Vance, break-even chart is a graph showing the amounts of fixed and variable cost and sales revenue at a different volume of operation. It shows at what volume the firm first covers all cost with the revenue of break even. ഓക്കെ, സോ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ ഫിക്സഡ് കോസ്റ്റ് ലൈൻ, വേരിയബിൾ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് റവന്യൂ ഇതിനെയെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗ്രാഫിൽ. എന്നിട്ട് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്ര വോളിയം, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് ബിസിനസ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ പെർട്ടിക്കുലർ കോസ്റ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ബേസ് ചെയ്യുന്ന അസംഷൻസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് റിമെയിൻ ഫിക്സഡ് ആയിരിക്കും. അതേസമയം വേരിയബിൾ കോസ്റ്റ് ഡയറക്ട്ലി ചേഞ്ച് ഇൻ പ്രൊപ്പോർഷൻ ടു ഔട്ട്പുട്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് പ്രൈസ്, ഓരോ യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിക്രീസ് ചെയ്താലും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ നോ ചേഞ്ച് ഇൻ സെയിൽസ് മിക്സ്. നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിട്ടുള്ള സെയിൽസ് മിക്സ് അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അനദർ അസംഷൻ. ദെൻ നെക്സ്റ്റ് അസംഷൻ ഈസ് എൻറ്റയർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആസ് സോൾഡ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് എല്ലാം നമ്മൾ വിൽക്കും എന്നുള്ള ഒരു അസംഷനാണ് അടുത്തത്. The last one, level of efficiency and management policy do not change. സോ ഇതെല്ലാം അസംഷൻസ് ആണ്. ഇതൊന്നും പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. പക്ഷേ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ അസംഷൻസ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എന്തൊക്കെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ കോസ്റ്റ് വോളിയം റിലേഷൻഷിപ്പ്. മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് കോസ്റ്റ് വോളിയം റിലേഷൻഷിപ്പ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. And it show BEP and also the estimated profit or loss at varying levels of activity. നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടാതെ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റി, ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്രയാണ് ലോസ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. Then it presents the information in an easily understandable manner. Okay. Then it indicates the profitability of the products. ഇറ്റ് ഷോ ദ ഫിഗേഴ്സ് ഓഫ് ഒപ്റ്റിമം ഔട്ട്പുട്ട്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ ടൂൾ ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ആൻഡ് ഇറ്റ് ഡിറ്റർമിൻസ് ദ പ്രോഫിറ്റ് പാത്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ്. ഓരോ പ്രോഡക്റ്റ് മിക്സിൻ്റെയും ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഫിറ്റ് പാത്ത് എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, അസംഷൻസ് ദാറ്റ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് വിൽ നോട്ട് ഹോൾഡ് ഗുഡ് ഇൻ ലോങ് റൺ. നമ്മൾ പറഞ്ഞിരുന്ന ഒരേ അസംഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ലോങ് പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സത്യമല്ല, അല്ലെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, അത് ചേഞ്ച് ചെയ്യും. ദ നെക്സ്റ്റ് അസംഷൻ പറയുന്നത് എല്ലാ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിൽ ചെയ്യും എന്നുള്ളൊരു അസംഷനാണ് അടുത്തത് പറഞ്ഞത്. പക്ഷേ ഇൻ പ്രാക്ടീസ് ദ ഫേംസ് ഷാൾ ബി ഹാവിങ് ബോത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഏതൊരു ബിസിനസ്സിനും ആ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ ബാലൻസ് ആയിട്ട് വരുന്ന സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്ക് അടുത്ത വർഷം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടും ഈ വർഷം ക്ലോസിംഗ് സ്റ്റോക്കായിട്ടും നമ്മൾ സാധാരണ ബിസിനസ്സിൽ കാണിക്കാറുണ്ട്. പക്ഷേ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അസംഷൻ ഓൾ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ് എന്നാണ്
പറഞ്ഞിട്ടുള്ളത്. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ സെല്ലിംഗ് പ്രൈസ് മേ ചേഞ്ച് വിത്ത് വോളിയം. വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇൻ മെനി കേസസ് ലാർജ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി സോൾഡ് അറ്റ് ലോ പ്രൈസസ് ആൻഡ് വൈസ് വേഴ്സ. നമുക്കറിയാം വലിയ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറഞ്ഞ പ്രൈസിന് വിൽക്കാൻ പറ്റും. അപ്പോൾ പിന്നെ സെയിൽസ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ലീനിയർ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കർവി ലീനിയർ ആയിരിക്കും. ഓക്കെ, അതാണ് ആക്ച്വൽ ഉള്ള സിറ്റുവേഷൻ. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നാണ്. The next assumption that product mix remain the same may not hold good in the long run. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ അസംഷനും ശരിയല്ല ലോങ് പീരീഡിൽ. അതായത് പ്രോഡക്റ്റ് മിക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ ഓൺലി ലിമിറ്റഡ് ഇൻഫർമേഷൻ ക്യാൻ ബി ഷോൺ ഇൻ ദ സിംഗിൾ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വോളിയം അതിൻ്റെയൊക്കെ ബേസിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Then it does not consider the capital employed, market conditions, government policy, etc. These are very important factors for measuring profitability. Okay. Then it presents the static picture of the business operations. In real life, business operations are changing. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻസ് ഒക്കെ തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് സ്റ്റാറ്റിക് പിക്ചറാണ് കാണിക്കുന്നത്, പക്ഷേ നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചിങ് ആണ്, ഡൈനാമിക് ആണ്. സോ നെക്സ്റ്റ് വി കം ടു ദ ടൈപ്സ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഏതൊക്കെ തരത്തിലുള്ള ബ്രേക്ക് ഈവൻ ചാർട്ടുകളാണുള്ളത്? സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്, അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്, കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട് ആൻഡ് പ്രോഫിറ്റ് വോളിയം ചാർട്ട്. ഇത്രയും 6 കാറ്റഗറി ബ്രേക്ക് ഈവൻ ചാർട്ടുകളാണുള്ളത്. അതിൽ ഓരോ ബ്രേക്ക് ഈവൻ ചാർട്ടും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. സോ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ അവിടെ നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഈ ചാർട്ട് വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സെയിൽസ് വോളിയമാണ്, അതായത് ഔട്ട്പുട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ദെൻ വൈ ആക്സിസിൽ നമ്മൾ കോസ്റ്റും റവന്യൂ ആണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. എക്സ് ആക്സിസിന് പാരലലായിട്ട് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഈ ബി ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈനാണ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സെയിൽസ് ലൈൻ വരയ്ക്കുന്നു. ഈ സെയിൽസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പോയിന്റിൽ നിന്നാണ്. സോ 0 പോയിന്റ്, ഇതാണ് റവന്യൂ ലൈൻ എന്ന് പറയുന്നത്. അതായത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ലൈനാണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വൈ ആക്സിസിൽ ബി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഈ ഫിക്സഡ് കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്നാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും, ഇത് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് ടോട്ടൽ കോസ്റ്റ് ആണ്. അതിൽ ഈ ഒരു പാർട്ടാണ് എന്ത്? വേരിയബിൾ കോസ്റ്റ്. ഈ ഒരു പാർട്ടാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പിന്നെ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെയിൽസ് ലൈൻ ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇൻ്റർസെക്ട്സ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും യൂണിറ്റ്സ്, അതായത് ഈ OQ എന്ന് പറയുന്ന ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തുന്നത്. അതേപോലെ നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ, ഇത്രയും റവന്യൂ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുന്നത്. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ പോയിന്റ്. നെക്സ്റ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മനസ്സിലാക്കാൻ പറ്റും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫോം ചെയ്യുന്ന ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിമ്പിൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഈ ഒരു ആംഗിൾ, അതായത് കോസ്റ്റ് ലൈനും റവന്യൂ ലൈനും AC എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രാഫ്, ഇത് ഫോം ചെയ്തിട്ടുള്ള ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് തീറ്റ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് അറ്റ് വിച്ച് ദ പ്രോഫിറ്റ്സ് ആർ ബീയിങ് മെയ്ഡ്. അതായത് പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്?
ആ പോയിന്റ് കണ്ടുപിടിച്ചാലാണ് അതിന് മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ താഴോട്ട് വരുന്തോറും പിന്നെ ലോസ് ആണ്. ഈ പോയിന്റിൽ ആണ് നോ പ്രോഫിറ്റ് നോ ലോസ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു അനാലിസിസ് ചെയ്യാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലോവർ ആണോ ലാർജ് ആണോ സ്മോൾ ആണോ എന്നുള്ളത് നോക്കാം. ലാർജ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. അതേസമയം BEP കുറവ്, BEP കുറവാണ്, ഹയർ റേറ്റ് ഓഫ് കുറഞ്ഞ BEPയിൽ തന്നെ നമുക്ക് പിന്നെ കുറഞ്ഞ വോളിയത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിലെത്താൻ പറ്റും. അതായത് ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആ കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലാർജ് ആംഗിൾ സൂചിപ്പിക്കുന്നത്. അതായത് ലോവർ BEP ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദ ഫേം ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഈവൺ ഇഫ് ദ സെയിൽസ് ഫോൾ. നമ്മളുടെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ലോവർ BEP കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം സ്മോൾ ആംഗിൾ സൂചിപ്പിക്കുന്നത് ലോവർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഹയർ BEP. വളരെ ചെറിയ, ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ആംഗിൾ ഇതൊരു ചെറിയ ആംഗിളാണ്. അതേസമയം നമ്മളുടെ സെയിൽസ് ലൈൻ ഇങ്ങനെയായിരുന്നു എങ്കിൽ ഈ ഒരു ആംഗിൾ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലാർജ് ആംഗിളാണെന്ന് പറയാം. സോ ലാർജ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോവർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്, ഹയർ BEP ആണ് സൂചിപ്പിക്കുന്നത്. ടു ഇംപ്രൂവ് ദിസ് ആംഗിൾ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി ഇൻക്രീസ്ഡ് ഐദർ ബൈ റേസിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ഓർ ബൈ റെഡ്യൂസിംഗ് വേരിയബിൾ കോസ്റ്റ്. ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനിലൂടെ, അതായത് ഒന്നുകിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ടോ നമുക്ക് കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഹൗവർ ഇറ്റ് ഈസ് ലെസ് പോപ്പുലർ ബട്ട് മോർ ഇൻഫോർമേറ്റീവ്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനുമാണ് വരയ്ക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ വരച്ചിട്ടില്ല. പക്ഷേ ഈ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെയിൽസ് ലൈൻ ആൻഡ് വേരിയബിൾ കോസ്റ്റ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ കോൺട്രിബ്യൂഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു ദ വേരിയബിൾ കോസ്റ്റ് ലൈൻ. വേരിയബിൾ കോസ്റ്റ് ലൈന് പാരലൽ ആയിട്ടാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ നോട്ട് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നോക്കാം, ഇതാണ് വേരിയബിൾ കോസ്റ്റ് ലൈൻ. ഇതാണ് വേരിയബിൾ കോസ്റ്റ് ലൈൻ. ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നില്ല. എന്നിട്ട് ഇതാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. സോ ഇത് തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് അതെന്താണ്, അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേരിയബിൾ കോസ്റ്റ് ലൈൻ ഇതും അതേപോലെ തന്നെ സെയിൽസ് ലൈനും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നില്ല. പകരം നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്, എവിടെയാണോ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് മാർക്ക് ചെയ്യുന്നു, നേരത്തെ അത് കണ്ടതുപോലെ. എന്നിട്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്. അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ അനലൈസസ് ദ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, വേരിയബിൾ ഓഫീസ് ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഡിഫറെൻറ്റ് വേരിയബിൾ ഓവർഹെഡ്സിനെ എല്ലാം, അതായത് വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെല്ലാം നമ്മൾ ഗ്രാഫിൽ ചാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനെയാണ് അനലിറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ചാർട്ട് ഗിവ് ദ ബ്രേക്കപ്പ് ഓഫ് വേരിയസ് വേരിയബിൾ കോസ്റ്റ്. Okay, then the point where the total cost line and the total sales line intersect each other gives the break even point. So ഇവിടെ നോക്കുക, ഇതാണ് പിക്ചർ. ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈൻ അല്ല വരയ്ക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ഇതെല്ലാം വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈനും വരയ്ക്കുന്നു. സാധാരണ പോലെ ടോട്ടൽ കോസ്റ്റ് ലൈൻ എവിടെയാണോ സെയിൽസ് ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ആംഗിളിനെയാണ് ബ്രേക്ക് ഈവൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇത്രയാണ് അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക് ഈവൻ ചാർട്ടാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ദ ബജറ്ററി കൺട്രോൾ സിസ്റ്റം ഈസ് ഫോളോഡ് ബൈ ദി എൻ്റർപ്രൈസ്. ബിസിനസ് സാധാരണ ബജറ്ററി കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ടൈപ്പ് ബിസിനസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബിസിനസ്സിലാണ് ഈ കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ഡാറ്റ ആൻഡ് ബജറ്റഡ് ഡാറ്റ. Okay, so this chart is prepared with actual sales with budgeted sales, അതുപോലെ actual cost with budgeted cost, actual BEP with budgeted BEP and actual profit with budgeted profit. എല്ലാത്തിനും ഒരു ആക്ച്വൽ ഫിഗർ ഉണ്ടായിരിക്കും, ബജറ്റഡ് ഫിഗർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇൻ ഷോർട്ട്, ബ്രേക്ക് ഈവൻ ചാർട്ട് റിവീൽസ് ബഡ്ജറ്റ് വാരിയൻസ് അറ്റ് എ ഗ്ലാൻസ്. ബഡ്ജറ്റ് വാരിയൻസ് നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ബഡ്ജറ്റ് വാരിയൻസ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് ആണ്, ആക്ച്വലും ബഡ്ജറ്റഡും തമ്മിലുള്ള വ്യത്യാസമാണ് വേരിയൻസ്. അത് കാണിക്കുന്നതാണ് കൺട്രോൾ ബ്രേക്ക് ഈവൻ ചാർട്ടിലൂടെ. ഓക്കെ, ദ നെക്സ്റ്റ്, ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ അതിൻ്റെ പേര് പോലെ തന്നെ ദിസ് ചാർട്ട് ഇസ് പ്രിപ്പയർഡ് ടു ഷോ ദ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസും ക്യാഷ് എക്സ്പെൻസസും എവിടെയാണോ ഈക്വൽ ആകുന്നത്, അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ സെയിൽസും ടോട്ടൽ കോസ്റ്റിലും കുറേ ക്യാഷ് ഐറ്റംസ് ഉണ്ടായിരിക്കും, നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടായിരിക്കും. സോ അതിൽ നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും കൺസിഡർ ചെയ്യാതെ വെറും ക്യാഷ് ഐറ്റംസ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആർ ഷോൺ അറ്റ് ദ ബേസ് ലെവൽ, നോൺ ക്യാഷ് ഫിക്സഡ് അസറ്റ്സ് ആർ ഷോൺ ആഫ്റ്റർ ദ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഓക്കെ, സോ പ്രത്യേകിച്ച് ഇൻഫർമേഷനൊന്നും വേരിയബിൾ കോസ്റ്റിനെ സംബന്ധിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എല്ലാം ക്യാഷ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് എവിടെയാണോ ടോട്ടൽ കോസ്റ്റ് ലൈന് സെയിൽസ് ലൈനെ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. The following information is available in respect of Kerala Limited Thrissur for the budget period. ഓക്കെ, അതിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ, സെയിൽസ് 10,000 യൂണിറ്റ്സ് ആണ് അറ്റ് ₹10 per unit, വേരിയബിൾ കോസ്റ്റ് ₹4 per unit, ഫിക്സഡ് കോസ്റ്റ് 25,000 ആണ്, അതിൽ 5,000 ഡിപ്രീസിയേഷൻ ആണ്, പ്രിഫറൻസ് ഡിവിഡൻറ്റ് 5,000 ഉണ്ട്, ടാക്സ് 20,000 ആണ്. ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ദർ ഈസ് നോ ലാഗ് ഇൻ പേയ്മെൻറ്റ്. പ്രിപ്പയർ ദ ക്യാഷ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം ഫിക്സഡ് കോസ്റ്റ്, അതിൽ ഫിക്സഡ് കോസ്റ്റ് റിക്വയറിങ് ക്യാഷ്, ഇതിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് റിക്വയറിങ് ക്യാഷ് ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് 20,000 ആണ്. ദെൻ 20,000 ആണ്, കാരണം അതിൽ 20,000-ൽ 5,000 ഡിപ്രീസിയേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതിന് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഡിവിഡൻറ്റ്, വേരിയബിൾ കോസ്റ്റ് റിക്വയറിങ് ക്യാഷ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 4 per unit ആണ്, അതായത് 10,000 യൂണിറ്റ്സ് ഇൻറ്റു 4 ആണ്. ഓക്കെ, അപ്പോൾ 10,000 യൂണിറ്റ്സ് ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ പിന്നെ 40,000 ആണ് വേരിയബിൾ കോസ്റ്റ് വരിക. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഓരോ യൂണിറ്റ്സുകൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇവിടെ എത്രയാണ് വേരിയബിൾ കോസ്റ്റ് റിക്വയറിങ് ക്യാഷ് വരുന്നത്. ദെൻ പിന്നെ ഓരോ ഐറ്റംസും, അതായത് ഇത് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സെയിൽസ് ലൈനിൽ, സെയിൽസ് ഫിഗറിൻ്റെ ഇടയിൽ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻറ്റ്, അൺപെയ്ഡ് ഫിക്സഡ് കോസ്റ്റ് ഇതൊക്കെ ഉണ്ട്, ടാക്സ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ക്യാഷ് ഐറ്റംസ് ആയിട്ടല്ല കാണിക്കുന്നത്. സോ ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സോ എവിടെയാണോ, ഏത് പോയിന്റിലാണോ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ലൈനും എല്ലാത്തിലും സെയിം തന്നെയാണുള്ളത്, ടോട്ടൽ കോസ്റ്റ് ലൈനും അതുപോലെ പിന്നെ സെയിൽസ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ക്യാഷ് ഐറ്റംസിന് നോൺ ക്യാഷ് ഐറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, തിയറി പ്രകാരം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് വോളിയം ചാർട്ട്.
പ്രോഫിറ്റ് വോളിയം ചാർട്ട് എന്ന് പറയുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ വേറൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് ഓർ എലോങ് വിത്ത് ബ്രേക്ക് ഈവൻ ചാർട്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രോഫിറ്റ് ബ്രേക്ക് ഈവൻ ചാർട്ട്. നമുക്ക് പ്രോഫിറ്റ് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് സാധാ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടും അതിൻ്റെ കൂടെ വരയ്ക്കാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. So the profit chart show the relationship of profit to volume of sales. Okay. It show how the profit changes in response to change in sales volume. സെയിൽസ് വോളിയം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എത്രത്തോളമാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് വോളിയം ചാർട്ട്. സോ ഇത് നമുക്ക് ഒറിജിനൽ സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ കൂടെ നമുക്ക് അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് പ്രോഫിറ്റ് വോളിയം ചാർട്ട്. ഇറ്റ് ഷോ ഹൗ ദ പ്രോഫിറ്റ് ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ്. It is more useful than break-even chart because it shows the amount of profit directly. It is prepared on the basis of some information as are necessary for the construction of break-even chart. It also suffers from the same limitations. Okay. ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഇൻഫർമേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് പ്രോഫിറ്റ് ബ്രേക്ക് ഈവൻ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആർ റെപ്രസെൻറ്റഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. അതിൽ വെർട്ടിക്കൽ ആക്സിസിലാണ് നമ്മൾ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും മാർക്ക് ചെയ്യുന്നത്. സെൽസ് ആർ റെപ്രസെൻറ്റഡ് ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. സെൽസ് അല്ല, സെയിൽസ് ആർ റെപ്രസെൻറ്റഡ് ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ്. സോ ഇവിടെ ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന കാണിക്കുന്ന ഈ ആക്സിസിലാണ് നമ്മൾ സെയിൽസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ലൈൻ ഡിവൈഡ് ദ ഗ്രാഫ് ഹൊറിസോണ്ടലി ഇൻറ്റു 2 പാർട്സ്. സെയിൽസ് ലൈന് ഹൊറിസോണ്ടലി 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഗ്രാഫിനെ. എബവ് പാർട്ട് സെയിൽസ് ലൈനിൻ്റെ മുകളിൽ കാണിക്കുന്ന ഭാഗത്തിന് പ്രോഫിറ്റ് എന്നും സെയിൽസ് ലൈനിൻ്റെ താഴെ കാണിക്കുന്ന ഭാഗത്തിന് ലോസ് ഏരിയയുമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. Profits and losses at various sales line are plotted and connected by a line called profit line. Okay. പ്രോഫിറ്റും ലോസസും ഓരോ സെയിൽസ് ലെവൽസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ പ്രോഫിറ്റ്സും ലോസസും സെയിൽസ് ലൈനിൽ ഓരോ സെയിൽസ് ലെവലിലും എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് ആ പ്രോഫിറ്റ് ലൈനിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ പ്രോഫിറ്റ് ലൈൻ വരയ്ക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് പോയിൻ്റ് മുതലാണ്. അതായത് ഇവിടെ നോക്കുക, പ്രോഫിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ്, അതായത് എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വരുന്നത്, ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഫിക്സഡ് കോസ്റ്റ്, അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന കോസ്റ്റാണ്, ലോസാണ്. ഇത് നമുക്ക് ഫിക്സഡ് ആണ്, ഇത്രയും കോസ്റ്റ് എന്തായാലും നമ്മൾ സഹിച്ചേ മതിയാവും. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ലൈൻ തൊട്ടാണ്, അതായത് 30 എന്ന് പറയുന്ന ഈ പോയിന്റ് തൊട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് ലൈന് നമ്മൾ വരയ്ക്കുന്നു. ഈ പ്രോഫിറ്റ് ലൈന് ടോട്ടൽ കോസ്റ്റ് ലൈൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ് വരയ്ക്കുന്നത്. അറ്റ് 0 സെയിൽസ് ദ ലോസ് വിൽ ബി ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ബി ഇ പി എന്ന് പറയുന്നത് എവിടെയാണോ പ്രോഫിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ സെയിൽസ് ലൈനെ കട്ട് ചെയ്യുന്നത്, അതായത് ബി ഇ പി, ഇവിടെ ബി ഇ പി വ്യത്യാസമുണ്ട് മറ്റുള്ളതിൽ നിന്നൊക്കെ, എവിടെയാണോ പ്രോഫിറ്റ് ലൈൻ ഹൊറിസോണ്ടൽ സെയിൽസ് ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ബി ഇ പി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്രോഫിറ്റ് ലൈന് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. AB Limited reports the following information for the year 2019. Sales 2 ലക്ഷമാണ്, വേരിയബിൾ കോസ്റ്റ് 1,50,000, ഫിക്സഡ് കോസ്റ്റ് 30,000. Draw a profit graph and find out the amount of profit or loss when the sales volume is 1,60,000. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം BEP കണ്ടുപിടിക്കണം, എന്നിട്ട് പ്രോഫിറ്റ് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1,60,000 സെയിൽസ് വോളിയം ഉണ്ടാകുമ്പോൾ അപ്പോൾ എത്രയായിരിക്കും പ്രോഫിറ്റ്, അല്ലെങ്കിൽ അപ്പോൾ ലോസ് ആയിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 1,60,000 ആവുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എവിടെയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ഇക്വേഷൻ? അതായത് F/C/S. എഫ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് 30,000 ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? S-V ആണ് കോൺട്രിബ്യൂഷൻ. അതായത് 2 ലക്ഷത്തിൽ നിന്നും 1,50,000 കുറച്ച 50,000 ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 2 ലക്ഷം. 2 ലക്ഷം എന്ന് പറയുന്നത് സെയിൽസ്. സോ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1,20,000 ആണ്. അതായത് 1,20,000 രൂപയുടെ സെയിൽസ് നടത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിലെത്തി. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ 1,60,000 എന്ന് പറയുന്നത് തീർച്ചയായും പ്രോഫിറ്റ് പൊസിഷനിലായിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ഗ്രാഫിക്കലി ഒന്ന് ചാർട്ട് ചെയ്യണം. സോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഈ പ്രോഫിറ്റ് ചാർട്ട് വരയ്ക്കുമ്പോൾ, പ്രോഫിറ്റ് വോളിയം ചാർട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ രണ്ട് വെർട്ടിക്കൽ ആക്സിസും ഹൊറിസോണ്ടൽ ആക്സിസും ആണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് സൂചിപ്പിക്കുന്നത് സെയിൽസ് ലൈനാണ്. ഇനി നമ്മൾ പ്രോഫിറ്റ് ലൈന് വരയ്ക്കും. പ്രോഫിറ്റ് ലൈന് വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ഫിക്സഡ് കോസ്റ്റ്, എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലോസ് ആണ്. അതുകൊണ്ടാണ് ഇത് താഴോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഫിക്സഡ് കോസ്റ്റ് ലൈൻ, ഇത്രയും നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. ലോസ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വരച്ചിട്ട് നമ്മളുടെ ഓരോ എമൗണ്ടിലും, അതായത് 20 യൂണിറ്റ്സ്, 40, 60 അത്രയും സെയിൽസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1,20,000 ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അതായത് ഇവിടെയാണ് നമ്മളുടെ BEP പോയിന്റ് വരുന്നത്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ സെയിൽസ് പ്രോഫിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അതും സെയിൽസ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ന്യൂമറിക്കലി അത് ചെയ്ത് കണ്ടുപിടിച്ചു. അത് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 1,60,000 ആകുമ്പോൾ എത്തായിരിക്കും നമ്മളുടെ പ്രോഫിറ്റ്. സോ നമുക്കറിയാം 1,20,60,000 ആകുമ്പോൾ നമ്മളിവിടെ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പം മാർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എത്രയാണ് നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്നത്, നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണത്. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10,000 കിട്ടുന്നു. സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ് വോളിയം ചാർട്ട്. അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് വോളിയം ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അഡീഷനായിട്ട് സിമ്പിൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുമ്പോൾ അഡീഷണലായിട്ട് വരയ്ക്കുന്നതാണ് പ്രോഫിറ്റ് വോളിയം ചാർട്ട്. ഓക്കെ.